കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസിമാരുടെ വൈസ് ചാൻസലർമാരുടെ നിയമനം സുപ്രീം കോടതി വരെ പോയത് നമ്മൾ കണ്ടതാണ്. ചാൻസലർ കൂടിയായ ഗവർണർ UGC മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ വിസിമാരെ നിയമിക്കാൻ കഴിയൂ എന്ന സ്റ്റാൻഡ് നിലപാട് കർശനമായി എടുത്തതുകൊണ്ടാണ് ഈ വിഷയം സുപ്രീം കോടതി വരെ എത്തിയത്. ഇതിനെതിരെ, അതായത് മാനദണ്ഡങ്ങളൊന്നും പ്രശ്നമല്ല, ഏത് UGC എന്ത് UGC, ഞങ്ങൾ ഭരിക്കുമ്പോൾ UGCക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല, തരേണ്ട പണം നിങ്ങൾ UGCയുടെ ഗ്രാൻഡൊക്കെ ഇങ്ങ് തന്നോണം, ഞങ്ങൾ ഭരിച്ചുകൊള്ളും. ഇതാണ് LDF സർക്കാരിൻ്റെ പൊതുവായ നയം. അതുകൊണ്ട് LDF സർക്കാർ അവർക്ക് ഇഷ്ടമുള്ളവരെ വിസിമാരാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഗവർണർ ചുണക്കുട്ടിയായിരുന്നു, അദ്ദേഹം സമ്മതിച്ചില്ല, അദ്ദേഹം തടസ്സം പറഞ്ഞു. വിഷയം സുപ്രീം കോടതിയിലെത്തി. ഒടുവിൽ മുഖ്യമന്ത്രിയും കൂട്ടരും മുട്ടുമടക്കി ഗവർണറുടെ വഴിക്ക് വരുന്ന കാഴ്ചയും സാക്ഷര കേരളം കണ്ടു. ഇപ്പോഴിതാ പുതിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ ഇനി അതിൻ്റെ ഭരണകാലയളവ് അവസാനിക്കാൻ കേവലം 3 മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ ചില മാറ്റങ്ങളും പുതിയ നിയമനങ്ങളും ഒക്കെ നടത്താനുള്ള പരിശ്രമം ആരംഭിച്ചു. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ചാൻസലർ കൂടിയായ ഗവർണർ മുഴുവൻ തീരുമാനങ്ങളെയും റദ്ദാക്കി. മുഖമടച്ച് പിണറായി സർക്കാരിന് കിട്ടിയ അടിയാണ് അതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ വിശദമായ വാർത്തയിലേക്ക് വരാം. ഗവർണർ ആൺകുട്ടി തന്നെ, ഒരു സംശയവുമില്ല. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറോട് കളിക്കാൻ നിൽക്കണ്ട, കളി അദ്ദേഹം പഠിപ്പിക്കും എന്ന് തീർച്ചയാണ്. നമുക്കറിയാം, സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുള്ള സ്വാധീനം അറിയാം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സംസ്കൃത സർവകലാശാലയിലെ താൽക്കാലിക വിസിയും കൂടി ചേർന്ന് അവിടെ ചില നിയമനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ആ നിയമനങ്ങൾ അവിടെ താൽക്കാലികമായിട്ട് അടക്കം ചില തസ്തികകളിൽ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സ്ഥിരപ്പെടുത്താനായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ അത് ചീറ്റിപ്പോയി, നനഞ്ഞ പടക്കമായി പോയി. ഞാൻ വിശദമായിട്ട് വാർത്തയിലേക്ക് വരാം. കാലടി സംസ്കൃത സർവകലാശാലയിൽ അധ്യാപക തസ്തികകളിലടക്കം തിരക്കിട്ട് നിയമനം നടത്താൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞെങ്കിലും ഗവർണർ ഇടപെട്ട് അത് തടഞ്ഞു എന്നതാണ് വാർത്ത. അതായത് പ്രൊഫസർമാരുടെയും ഗസ്റ്റ് അധ്യാപകരുടെയും എണ്ണം വിദ്യാർത്ഥി അധ്യാപക ആനുപാതികത്തിലല്ല, വളരെ കൂടുതലാണ് എന്ന സത്യം. കാലടി സർവകലാശാലയിൽ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ അധ്യാപകരുണ്ടോ എന്ന സംശയം പോലും ഉണർത്തുന്ന വിധത്തിൽ അവിടെ താൽക്കാലിക അധ്യാപകരെയും പ്രൊഫസർമാരെയും ഒക്കെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. CNAGയുടെ കണക്കനുസരിച്ചാണ് ഈ വിദ്യാർത്ഥി അധ്യാപക ആനുപാതികം തെറ്റായ രീതിയിൽ, അതായത് പറഞ്ഞിരിക്കുന്നതിലും അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ താൽക്കാലിക അധ്യാപകരെയും പ്രൊഫസർമാരെയും അവിടെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് കണ്ടെത്തിയത് CNAG പരിശോധനയിലാണ്. സംസ്ഥാന സർക്കാരിന് കിട്ടിയ ആദ്യത്തെ അടി CNAGയിൽ നിന്നാണ്. എന്തായാലും ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക സെന്ററുകൾ വിദ്യാർത്ഥികളുടെ കുറവ് മൂലം അടച്ചു പൂട്ടണം എന്ന് അക്കൗണ്ടന്റ് ജനറൽ നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആ വിഷയം അക്കൗണ്ടന്റ് ജനറൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മറച്ചു വച്ചുകൊണ്ടാണ് വീണ്ടും അധ്യാപകരെ നിയമിക്കാൻ, താൽക്കാലിക അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ, പ്രൊഫസർമാരെ താൽക്കാലികമായിട്ട് നിയോഗിക്കാൻ ഒക്കെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റും, ഇടതു സിൻഡിക്കേറ്റ് അങ്ങനെ തന്നെ പറയണം, ഇടതു സിൻഡിക്കേറ്റും താൽക്കാലിക വിസിയും ചേർന്ന് ശ്രമിച്ചത്. സമയത്തിന് വിവരമറിഞ്ഞതുകൊണ്ട് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കർ അത് തടഞ്ഞു. തസ്തികകളിൽ സ്ഥിരം നിയമനങ്ങൾ നടത്താൻ വിസിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും നടത്തിയ നീക്കത്തെ അദ്ദേഹം കൃത്യമായി തടഞ്ഞു. അതിന് കാരണം
മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, BJPയുടെ അടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനകത്തുണ്ട്. അവർ വിവരം രേഖാമൂലം ഗവർണറെ അറിയിച്ചു. ഗവർണർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമന നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണിപ്പോൾ. വിജ്ഞാപനം 5 വർഷം മുമ്പുള്ളതാണ്. ഈ 5 വർഷം മുമ്പുള്ള വിജ്ഞാപനത്തിൻ്റെ ചുവട് പിടിച്ചാണ് അവിടെ നിയമന നീക്കം ആരംഭിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞ ഈ വിജ്ഞാപനം മാറ്റി പുനർവിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. അത് ആവശ്യവുമാണ്. അത് ചെയ്യാൻ സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ ഈ താൽക്കാലിക VCയോ തയ്യാറായില്ല. കടുത്ത നിയമലംഘനമാണതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്ന സർവകലാശാല വിരമിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും പെൻഷൻ ആനുകൂല്യങ്ങൾ 2 വർഷമായി തടഞ്ഞു വച്ചിരിക്കുകയാണ്. കാരണം സർവകലാശാലയുടെ കയ്യിൽ പണമില്ല. സർവകലാശാലകൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടിയാണ്. പണമില്ലാത്തത് മൂലം കഴിഞ്ഞ 2 വർഷമായി വിരമിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ല. ഗ്രാറ്റുവിറ്റി അടക്കമുള്ളത് നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് വീണ്ടും ഇവിടെ താൽക്കാലികമായിട്ട് അധ്യാപകരെ നിയമിക്കാനും അങ്ങനെ നിയമിച്ചവരെ സ്ഥിരപ്പെടുത്താനുമൊക്കെയുള്ള നീക്കം നടന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു നിയമനവും നടത്തില്ല എന്ന് ഗവർണർ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. CPMൻ്റെ പ്രമുഖ നേതാവും മാധ്യമ വക്താവുമായ ഒരു വ്യക്തിയുടെ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിയമന നടപടികൾ ആരംഭിച്ചത്. അതിനു വേണ്ടുന്ന ചരടുവലികൾ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സർവകലാശാലയുടെ 6 ഏക്കർ ഭൂമി സ്റ്റേഡിയം നിർമ്മാണത്തിന് ഒരു സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നു. അത് വലിയ വിവാദമാവുകയും അന്ന് തന്നെ ഗവർണർ ഇടപെട്ട് അത് തടയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിരന്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു വരുന്ന ഒരു ഈജിയൻ തൊഴുത്തായി സംസ്കൃത സർവകലാശാലയെ ഈ സർക്കാർ അതിൻ്റെ കീഴിലുള്ള സിൻഡിക്കേറ്റ് ഒക്കെ ചേർന്ന് മാറ്റി. നമുക്കറിയാം, ഇടതുപക്ഷത്തിന് പണ്ടേ സംസ്കൃതമെന്ന് കേൾക്കുന്നത് അലർജിയാണ്. സംസ്കൃത ഭാഷയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ വിശദമായിട്ട്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ട 1ാം EMS സർക്കാരിൻ്റെ കാലം മുതൽ സംസ്കൃത ഭാഷയെ നശിപ്പിക്കാനും നമ്മുടെ പരമ്പരാഗതമായ വിദ്യാശാഖകളെ, വിജ്ഞാന ശാഖകളെ നശിപ്പിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ സംസ്കൃത സർവകലാശാലയെ ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക്, കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഇടതു മുന്നണിക്ക് വലിയ പങ്കുണ്ട്. വലതു മുന്നണിയും അതിൽ നിന്നൊട്ടും ഭിന്നമല്ല. കാരണം വലതു മുന്നണി ഭരിക്കാൻ എത്തുമ്പോഴൊക്കെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗാണ്. അവർക്കും സംസ്കൃത ഭാഷയെ ഞെരിച്ചു കൊല്ലണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിരുന്നു ഈ 2 കൂട്ടരും. അഴിമതി മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഒരു ഭാഷയെ നശിപ്പിക്കാൻ ആ ഭാഷയുടെ പേരിലുള്ള സർവകലാശാലയെ, കാലടി സംസ്കൃത സർവകലാശാല എന്ന് പറയുന്നത് ശ്രീശങ്കരന്റെ പേരിൽ അറിയപ്പെടുന്ന സർവകലാശാലയാണ്. ആ ശ്രീശങ്കരന്റെ പേരിലുള്ള സർവകലാശാലയാണ് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഇടതു വലതു മുന്നണികൾ സർവ അടവുകളും പയറ്റിയത്. ഇത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും ആ സർവകലാശാല ഈ കുൽസിത ശ്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നിലകൊള്ളുന്നു, ഇന്നും തുടരുന്നു. അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നു. എന്നാൽ അവരെ പഠിക്കാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നഗ്നമായ രാഷ്ട്രീയം കളിച്ച് ആ സർവകലാശാലയെ നശിപ്പിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരാണ്. അവർ നിയോഗിച്ച ഗവർണർ ഇതിനൊന്നും അനുവദിക്കില്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം. രാജേന്ദ്ര ആർലേക്കർ നിയമം വിട്ട് മറ്റൊന്നും തന്നെ ചെയ്യില്ല. കർക്കശമായ നിലപാടുള്ളയാളാണ് അദ്ദേഹം. വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല, അധികം സംസാരിക്കില്ല. പക്ഷെ പ്രവർത്തികൾ കൃത്യമായി മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും. UGC മുന്നോട്ട് വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും പ്രവർത്തിപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഈ ഇടതു സിൻഡിക്കേറ്റിന്റെ തിട്ടൂരങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണക്രമം ഇനി സർവകലാശാലകളിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചോളൂ. കാരണം രാജേന്ദ്ര ആർലേക്കറെ പോലെയുള്ള മികച്ച ഗവർണർമാർ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കാലശേഷവും അദ്ദേഹത്തിൻ്റെ കാലയളവ് കഴിഞ്ഞാൽ പിന്നാലെ വരുന്നത് അതിനേക്കാൾ മികച്ചയാളായിരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇത്തരം ഗിമ്മിക്കുകളൊന്നും നടക്കില്ല. അതെല്ലാം മാറ്റി വെച്ചേക്കൂ. മര്യാദയ്ക്കാണെങ്കിൽ സർവകലാശാലകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ അക്കാദമിക് വിദ്യാഭ്യാസം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. അതിനെ തകർത്തെറിഞ്ഞ ഈ രണ്ട് മുന്നണികൾക്കും ഒരു ന്യായവും പറയാനില്ല. അവർക്ക് ഒരു അവകാശവാദവും ഉന്നയിക്കാൻ കഴിയില്ല. ഗവർണർ നിലപാട് കർശനമായി തുടരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല.